ഹരി ഓം. ഖണ്ഡം 2, വൃന്ദാവന ഖണ്ഡം. അധ്യായം 3. യമുനയുടെ ഗോലോകത്തിൽ നിന്നുള്ള വരവും പുനഃപ്രവേശനവും, ഗംഗയുടെ ആഗമനവും. നന്ദന്മാരും ഉപനന്ദന്മാരും വൃഷഭാനുക്കളും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. സന്നന്ദൻ തുടർന്നു പറഞ്ഞു: ഭഗവാൻ യമുനയോട് ഭൂമിയിലേക്ക് വരാൻ ആജ്ഞാപിച്ചപ്പോൾ യമുന ഭഗവാനെ പ്രദക്ഷിണം വെച്ചിട്ട് ഭൂമിയിലേക്ക് വരാൻ ഒരുങ്ങി. ആ അവസരത്തിൽ വിരജയും ബ്രഹ്മദ്രവത്തിൽ നിന്ന് ഉത്ഭവിച്ച ഗംഗയും യമുനയിൽ ചേർന്നു. അങ്ങനെ ഒഴുകിച്ചെന്ന് വാമനദേവന്റെ ഇടതുകാലിന്റെ നഖം കൊണ്ടുണ്ടാക്കിയ ദ്വാരത്തിലൂടെ ഗംഗയോടൊപ്പം യമുന ഈ ബ്രഹ്മാണ്ടത്തിലേക്ക് പ്രവേശിച്ച ശേഷം ധ്രുവമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന അജിതദേവന്റെ ലോകത്തിലൂടെയും ബ്രഹ്മലോകത്തിലൂടെയും അതുകഴിഞ്ഞ് മറ്റ് സ്വർഗലോകങ്ങളിലൂടെയും സഞ്ചരിച്ച് സുമേരു പർവ്വതത്തിന്മേൽ ശക്തിയായി വീണു. സുമേരു പർവ്വതത്തിന്റെ ദക്ഷിണഭാഗത്തെത്തിയപ്പോൾ യമുന ഗംഗയിൽ നിന്നും വേർപെട്ടു. ശേഷം ഗംഗ ഹിമവൽ പർവ്വതത്തിൽ ചെന്ന് പതിച്ചു. എന്നാൽ യമുന കളിന്ദ ശിഖരം എന്ന പർവ്വതത്തിലാണ് എത്തിയത്. ആ പർവ്വതത്തിൽ നിന്നും പുറപ്പെട്ടതിനാൽ യമുനയ്ക്ക് കാളിന്തി എന്ന നാമം ലഭിച്ചു. അവിടെ നിന്നും ഒഴുകി കാളിന്തി ഖാണ്ഡവ വനത്തിലെത്തി. യമുന ശ്രീകൃഷ്ണ ഭഗവാനെ തന്റെ പതിയാക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി യമുന ദിവ്യരൂപമെടുത്ത് ഖാണ്ഡവ വനത്തിൽ തപസ്സാരംഭിച്ചു. യമുനാദേവിയുടെ പിതാവായ സൂര്യദേവൻ വെള്ളത്തിനടിയിൽ ഒരു ദിവ്യഗൃഹം ഉണ്ടാക്കി കൊടുത്തിരുന്നു. ഖാണ്ഡവ വനത്തിൽ നിന്ന് സഞ്ചരിച്ച് കാളിന്തി നദി വൃന്ദാവനത്തിന്റെയും മധുരയുടെയും അടുത്തെത്തി. ഗോകുലത്തിലെത്തിയപ്പോൾ യമുന സ്വന്തം നേതൃത്വത്തിൽ ഗോപകിശോരിമാരുടെ ഒരു യൂഥം ഉണ്ടാക്കുകയും അവിടെ താമസിക്കുകയും ചെയ്തു. വീണ്ടും മുൻപോട്ട് പോയ ശേഷം പശ്ചിമ ദിക്കിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ യമുന ഉത്തമ തീർത്ഥമായ പ്രയാഗയിൽ ചെന്നെത്തി. അവിടെ ഗംഗയുമായി സംഗമിച്ച് ഗംഗയും യമുനയും കൂടി ക്ഷീരസാഗരത്തിലേക്ക് പോവുകയും ചെയ്തു. ദേവന്മാർ പുഷ്പങ്ങൾ വർഷിക്കുകയും ദിഗ്വിജയ സൂചകമായി ജയാഘോഷം മുഴക്കുകയും ചെയ്തു. അപ്പോൾ യമുനയും ഗംഗയും അന്യോന്യം പ്രകീർത്തിച്ചുകൊണ്ട് വല്ല അപരാധവും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി മാപ്പ് അപേക്ഷിച്ചും കൊണ്ട് തിരിച്ചുപോയി. ശേഷം പവിത്രയായ ഗംഗ അനേകം ലോകങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് പാതാളത്തിലേക്ക് പോവുകയും അവിടെ ഭോഗവതി വനത്തിൽ ചെന്നിട്ട് ഭോഗവതി എന്ന പേരിൽ പ്രശസ്തയാവുകയും ചെയ്തു. യമുനയാകട്ടെ സപ്തസാഗര മണ്ഡലങ്ങളെ ഭേദിച്ച് 7 ലോകങ്ങളിലും സഞ്ചരിച്ച് സ്വർഗലോകത്തിലും ബ്രഹ്മലോകത്തിലൂടെയും ഒഴുകി. അങ്ങനെ വൈകുണ്ഠത്തിൽ പ്രവേശിച്ച ശേഷം യമുന ചെന്നെത്തിയത് ഗോലോക വൃന്ദാവനത്തിൽ ആയിരുന്നു. യമുനയുടെ ഈ മംഗളമയമായ ചരിത്രത്തെ പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് മംഗളം ലഭിക്കും. ഇവിടെ 2-ാം ഖണ്ഡത്തിലെ 3-ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം. യമുന ഗംഗയെ പ്രകീർത്തിക്കുന്ന ഭാഗം ഇവിടെ ഉൾപ്പെടുത്തുന്നു. ഹേ ഗംഗേ ത്വന്തു ധന്യാസി സർവബ്രഹ്മാണ്ഡ പാവനി കൃഷ്ണപാദാബ്ജ സംഭൂത സർവലോകൈകവന്ദിത ഊർധ്വം യാമിഹരിർലോകം ഗച്ഛത്വമഭിഹേ ശുഭേ ത്വൽസമാനം ന തീർത്ഥം ഹി ദിവ്യം ച ന ഭൂതം ന ഭവിഷ്യതി സർവതീർത്ഥമയീ ഗംഗാ തസ്മാത് ത്വം പ്രണമാമ്യഹം യത്കിഞ്ചിത് വാ പ്രഗതിതം തത്ക്ഷമസ്വ സുമംഗലേ. ഗംഗ യമുനയെ പ്രകീർത്തിക്കുന്ന ഭാഗം ഇവിടെ ഉൾപ്പെടുത്തുന്നു. ഹേ കൃഷ്ണേ ത്വം തു ധന്യാസി സർവബ്രഹ്മാണ്ഡ പാവനി കൃഷ്ണവാമാംഗ സംഭൂത പരമാനന്ദരൂപിണി പരിപൂർണതമാ സാക്ഷാൽ സർവലോകൈകവന്ദിത പരിപൂർണതമസ്യാപി ശ്രീകൃഷ്ണസ്യ മഹാത്മനാ പട്ടരാജ്ഞീം പരാം കൃഷ്ണേ കൃഷ്ണാ ത്വാം പ്രണമാമ്യഹം യത്കിഞ്ചിൽ മേ പ്രഗതിദം
തൽക്ഷമസ്വ ഹരിപ്രിയേ.